9ാം ക്ലാസ് വിദ്യാർത്ഥി ആഷിർ നന്ദയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ താൽക്കാലികമായി അടച്ചിരുന്ന പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് കോൺവെന്റ് സ്കൂൾ തുറന്നു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട PTA ഭാരവാഹികളുടെ സാന്നിധ്യത്തിലായിരുന്നു സ്കൂൾ തുറന്നത്. ആഷിർ നന്ദയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് സ്കൂൾ അസംബ്ലിയും ചേർന്നത്. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സച്ചിൻ, അതായത് ഈ പ്രാകൃത സമീപനങ്ങൾക്കെതിരെ ജീവൻ കൊണ്ട് പോരാടിയവളാണ് ആഷിർ നന്ദ. യഥാർത്ഥത്തിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്തായാലും അവൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് സ്കൂളിൻ്റെ ഇപ്പോഴത്തെ തുടക്കം. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അജിംഷാദ്, കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടോടു കൂടിയാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം 9ാം ക്ലാസ് വിദ്യാർത്ഥി ആഷിർ നന്ദ ആത്മഹത്യ ചെയ്തത്. തുടർന്നായിരുന്നു സ്കൂളിനെതിരെ ആരോപണം ഉയർന്നത്. ഇതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധം, അതേപോലെ തന്നെ രക്ഷിതാക്കളുടെ പ്രതിഷേധമടക്കം സ്കൂളിൽ അരങ്ങേറിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂൾ താൽക്കാലികമായി അടച്ചിരുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടെ സ്കൂൾ തുറന്ന് പ്രവർത്തിച്ചത്. ആഷിർ നന്ദക്ക് അസംബ്ലി ചേർന്നുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സഹപാഠികളും രക്ഷിതാക്കളും അതേപോലെ തന്നെ അധ്യാപകരൊക്കെ ചേർന്നുകൊണ്ടാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. അതിനുശേഷം പുതിയ PTA ഭാരവാഹികളും പങ്കെടുത്തുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ അസംബ്ലി ചേർന്നത്. അതിനുശേഷം പുതിയ പ്രിൻസിപ്പൽ സിസ്റ്റർ പൈലിയും അതേപോലെ തന്നെ സിസ്റ്റർ വൈസ് പ്രിൻസിപ്പളായി സിസ്റ്റർ ജൂലിയും ചുമതലയേറ്റു. അതിനുശേഷമാണ് സ്കൂൾ തുറന്ന് പ്രവർത്തിച്ചത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്കൂളിൽ അരങ്ങേറിയിരുന്നു. 5 അധ്യാപകരെ സ്കൂളിൽ നിന്നും ആരോപണ വിധേയരായ 5 അധ്യാപകരെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു വേർതിരിവാണ് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ സ്കൂളിനെതിരെ പരാതി എടുത്തിട്ടുണ്ട്. അതുപോലെ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ DDE സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനും സ്കൂളിലെ അധ്യാപകർക്കെതിരെയും സ്കൂളിലെ മാനേജ്മെന്റിനെതിരെയുള്ള പരാതികളും നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർ ദിവസങ്ങളിൽ സ്കൂളിനെതിരെ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അജിംഷാദ്.